വീട്ടിലേക്ക് അടുക്കപ്പടിക്കരികെ നമ്മുടെ നന്ദൻ എത്തിയിരിക്കുന്നു. അതേ പ്രേക്ഷകർ, ഇന്നത്തെ പ്രൊമോല അങ്ങനത്തെ ഒരു രംഗങ്ങളാണ്. നമ്മുടെ എസ്തപ്പാനെ തിരികെ ആശുപത്രിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മുടെ നന്ദൻ ഒരു പെൺകുട്ടിയെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ദേവിയാണെങ്കിൽ ജനലാക്കി തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നന്ദനും ദേവിയും കണ്ടുമുട്ടുന്ന രംഗങ്ങൾ തന്നെ ആകും ചിലപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിലോട്ട്. ഇനി അവിടെ വല്ല മറിമായും നടക്കുമോ ആവോ, അതും പറയാൻ പറ്റില്ല കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ നന്ദൻ വീട്ടിലേക്ക് പോകും വഴി 2 വണ്ടി നമ്മുടെ നന്ദനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ നന്ദൻ നമ്മുടെ സിദ്ധാർത്ഥനെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ 2 വണ്ടി എന്നെ കുറേ നേരമായി ഫോളോ ചെയ്യുന്നു, സ്ലോ ആക്കിയിട്ടൊന്നും ഫ്രണ്ടിലേക്ക് കയറി പോകുന്നില്ല. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനും പറയുന്നുണ്ട്, അത് ബലരാമൻ്റെ വണ്ടിയായിരിക്കും, നീ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നൊരു ദൃശ്യങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ എസ്തപ്പാൻ നമ്മുടെ നന്ദനോട് ഭയങ്കരമായിട്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു പരിചയമില്ലാത്തവരാണ് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നത്. നിങ്ങളോടും പിന്നെ ഞാൻ ഒത്തിരി കരയിപ്പിച്ചൊരു പെൺകുട്ടിയുണ്ട്, അവളുമാണ് എന്നെ എനിക്ക് ഈ ഒരു ജീവൻ തിരിച്ചു തന്നത്. നിങ്ങൾ 2 പേരോട് ഞാൻ ഇനി കടപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദനോട് പറയുന്ന ഒരു രംഗങ്ങൾ തന്നെ കേട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എസ്തപ്പാൻ പതുക്കെ അറിയുമായിരിക്കുമോ നമ്മുടെ നന്ദൻ്റെ ഭാര്യയാണ് ഈ ദേവി എന്നുള്ളത്. ദേവി നന്ദനും നമ്മുടെ എസ്തപ്പാനെ അവിടെ നന്ദൻ എസ്തപ്പാനെ ആക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ നന്ദനും ദേവിയും കണ്ടുമുട്ടുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.